SFIയുടെ സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അനുശ്രീ, SFI രൂപീകൃതമായ തിരുവനന്തപുരത്ത് നിന്ന് 55 വർഷം SFI പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇങ്ങനൊരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. തീർച്ചയായിട്ടും SFI രൂപീകരിക്കപ്പെട്ടത് 1970 തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. SFI ഇന്ന് 54 വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് 35ാമത്തെ SFI സംസ്ഥാന സമ്മേളനമാണ്. 35ഓളം ധീരന്മാരുടെ ജീവത്യാഗം കൊണ്ടാണ് ഈ 54ാം വർഷത്തിലേക്ക് SFI കടന്നു വന്നിട്ടുള്ളത്. 35 മനുഷ്യരുടെ ജീവത്യാഗമുള്ള സംഘടനയുടെ 35ാമത് സമ്മേളനമാണ് SFI രൂപീകരിക്കപ്പെട്ട മണ്ണിൽ നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ SFIയുടെ സമര പോരാട്ടങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി സഖാവ് ദേവപാലൻ ഉണ്ടാവുന്നത് തിരുവനന്തപുരത്താണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമ്മേളനമാണ് ഈ വരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അതിനും അപ്പുറത്തേക്ക് ഈ സമ്മേളനം നടക്കുന്ന കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് സവിശേഷതകളും ഈ സമ്മേളനം ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ന് വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയമായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ UGCയുടെ നയത്തിലുണ്ടായ വ്യതിയാനമായിക്കോട്ടെ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളനവും ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. മറ്റൊന്ന്, റാഗിംഗ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അരാജക പ്രവർത്തനങ്ങൾ ചില ഇടങ്ങളിലൊക്കെ ആരംഭിക്കുകയും വളരെ മൃഗീയമായിട്ട് അതിൻ്റെ സ്വഭാവം മാറുകയും ചെയ്യുന്നത് നമ്മൾ പല വാർത്തകളിലൂടെയും കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങൾ തൊട്ട് ലോകത്തിലെ സകലമാന വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി കരുത്തോടു കൂടിയുള്ളൊരു വിദ്യാർത്ഥികളെ ദിശാബോധത്തോടു കൂടി നയിക്കാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഈ സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ ആവേശോജ്വലമായ അനുബന്ധ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ കൊടിമര പതാക ദീപശിഖ ജാഥകളൊക്കെ രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഇറമ്പുന്ന നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്നൊക്കെയാണ് ആരംഭിച്ചു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഖാവ് അഭിമന്യുവിൻ്റെ കലാലയത്തിൽ നിന്ന്, ധീരജിൻ്റെ കലാലയത്തിൽ നിന്ന്, സജിൻ ഷാഹുലിൻ്റെ നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ആരംഭിച്ച കൊടിമര പതാക ദീപശിഖ ഒക്കെ പ്രയാണങ്ങളൊക്കെ ഇവിടെ സമ്മേളന നഗരിയിലെത്തുകയും ഇന്നലെ പതാക ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾ ഈ പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രക്തസാക്ഷികളുടെ ജീവത്യാഗത്തെ വളരെ വൈകാരികമായി അതിലേറെ ആവേശത്തോടു കൂടി ചേർത്ത് പിടിച്ച് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഈ സമ്മേളനത്തെ ഉപയോഗിക്കും. അനുശ്രീ, ക്യാമ്പസുകളിൽ വല്ലാതെ അരാഷ്ട്രീയവാദം പിടിമുറക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇങ്ങനൊരു സമ്മേളനം നടക്കുന്നത്. അതിനെ എങ്ങനെയാണ് SFI നോക്കിക്കാണുന്നത്? ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവാദം നിർമ്മാർജ്ജനം ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് SFI എന്തൊക്കെ ഇടപെടലുകളാണ് നടത്തുന്നത്? തീർച്ചയായിട്ടും അത് ചേർത്ത് വായിക്കേണ്ടത് ഇപ്പോൾ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ് ആയിക്കോട്ടെ, എറണാകുളം മോഡൽ സ്കൂളുമായി ബന്ധപ്പെട്ട റാഗിങ് ആയിക്കോട്ടെ, ഒരു പക്ഷേ നമ്മൾ കൂടുതൽ വിശാലമായി ചർച്ച ചെയ്യേണ്ടത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുവശത്തേക്ക് ഇത്തരത്തിൽ അരാജക പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും സ്കൂളുകളിലും ക്യാമ്പസുകളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കാലത്തിലും സംഘടനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആവേശത്തോടു കൂടി പൊരുതുന്ന വിദ്യാർത്ഥികളാണ്. ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭ്യമാകണം. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ പറ്റുന്ന ഒരു യുവതയെ സൃഷ്ടിക്കാൻ കലാലയങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവിടങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം വേണമെന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പൊതുനയങ്ങൾ അല്ലെങ്കിൽ ജനവിരുദ്ധമായ കേന്ദ്ര നയങ്ങൾക്കൊപ്പം തന്നെ ഇന്ന് ക്യാമ്പസുകളിൽ കടന്നു വരുന്ന ലഹരി ആയിക്കോട്ടെ, റാഗിംഗ് ആയിക്കോട്ടെ, മറ്റ് അരാജക പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ അരാഷ്ട്രീയതയായിക്കോട്ടെ, എല്ലാവിധത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങളെയും വരുന്ന കാലങ്ങളിൽ പ്രതിരോധിക്കാനുള്ള നയങ്ങളും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമ്മേളനത്തിൽ ഏറ്റെടുക്കും. SFI ഒരു കൊലയാളി സംഘടന എന്നുള്ള രീതിയിലേക്കാണ് മാധ്യമങ്ങൾ കാണുന്നത്. SFIക്ക് ഇത്രയും രക്തസാക്ഷികൾ ഉണ്ടായിട്ട് പോലും ആ രീതിയിലൊന്നും തന്നെ നോക്കിക്കാണാനോ അങ്ങനെയുള്ളൊരു രീതിയിലൊന്നും വാർത്തകൾ നൽകാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. പലതരത്തിലും നിങ്ങൾ തന്നെ ഈ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറി അടക്കമുള്ള ആളുകളടക്കം ഈ കുപ്രചാരണങ്ങൾക്കെതിരെ പലപ്പോഴായിട്ട് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട്.
തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ ഭൂരിഭാഗം മാധ്യമങ്ങളും ഏകപക്ഷീയമായ സമീപനം പല വിഷയങ്ങളുടെയും ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിപ്പോൾ റാഗിംഗ് വിഷയം ആയിക്കോട്ടെ, അതിൻ്റെ മറുതലയ്ക്കൽ SFI എങ്ങനെയെങ്കിലും കണ്ണി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കയും ഞങ്ങളുടെ വിയോജിപ്പും ഞങ്ങൾ അതാത് ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് മുമ്പേ നടക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ ഏറ്റവും ആദ്യം അഭിപ്രായം പറയുന്ന സംഘടന SFI ആണ്. ഞങ്ങൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം നഴ്സിംഗ് കോളേജിനകത്ത് SFI പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കാത്ത ക്യാമ്പസ് ആയിരുന്നാൽ കൂടിയും ഞങ്ങൾക്ക് അവിടെ കടന്നു ചെല്ലാനും അവിടെ ഇത്തരത്തിൽ നടക്കുന്ന ഈ പറയുന്ന അരാജക പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളത് ചെയ്യുമെന്ന് പറയാനാണ് SFI ആദ്യഘട്ടം തയ്യാറായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മാധ്യമങ്ങളിൽ പലരും സ്വീകരിക്കുന്ന സമീപനം വളരെ നിരാശ നൽകുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിനകത്ത് ഇങ്ങനൊരു തെറ്റുണ്ടാകുമ്പോൾ അതിനെങ്ങനെ തിരുത്താം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഏറ്റവും മൃഗീയമായി വിപത്തിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള നല്ല നിരാശ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്തേക്ക് റാഗിംഗ് വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും, മാധ്യമ പ്രവർത്തകരായിരുന്നാലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി ആലോചിക്കേണ്ടത് ഈ വിപത്തിനെ എങ്ങനെ മാറ്റി നിർത്താമെന്നാണ്. അതിനപ്പുറത്തേക്ക് SFI എങ്ങനെ ഇതിനെ ഭാഗമാക്കി ചേർക്കാമെന്ന മാത്രം രീതിയിൽ ചർച്ച പോവുകയാണ്. ഇപ്പോൾ വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളുണ്ട്. ഇന്നലെ അടക്കം വെറ്റിനറി കോളേജിൻ്റെ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറ്റിനറി കോളേജ് വിഷയത്തിൽ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ കൊലപാതകമാക്കാനുള്ള ചർച്ചകൾ മാസങ്ങളോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗവർണറുടെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ CBIയുടെ റിപ്പോർട്ടായിക്കോട്ടെ, ഇവയിലൊക്കെ SFI അല്ല കുറ്റക്കാർ, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കാരണമുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും ഈ ഒരു വർഷം പിന്നിടുന്ന ഇന്നടക്കം വളരെ മോശപ്പെട്ട രീതിയിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് SFI ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്നാൽ തെളിവുകളൊന്നുമില്ലാതെ വെറുതെ വാക്കുകൾ കൊണ്ട് SFIയെ മറുപക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് നിരാശയും പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ SFIയുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴും വരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെ, വ്യാജ വാർത്തകളെ, ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SFI വിരുദ്ധതയെ ഒറ്റക്കെട്ടായി ധാർമ്മിക ഉത്തരവാദിത്തത്തോടുകൂടി ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവകലാശാലകൾ അടക്കം വലിയ തോതിൽ കാവ്യവൽക്കരിക്കുന്നു. ഗവർണർക്കെതിരെ തെരുവിൽ പോരാടേണ്ടി വന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വല്ലാതെയുള്ള കാവ്യവൽക്കരണമാണ്. അപ്പോൾ അതിന് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരം കൂടിയല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ SFI ആണ് ഏറ്റവും നന്നായിട്ട് ഫലപ്രദമായിട്ട് തന്നെ കാവ്യവൽക്കരണത്തിനെതിരെ ഇടപെടുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞത് വലിയൊരു അംഗീകാരമല്ലേ സംഘടനയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം മുഖ്യമന്ത്രി ഓരോ തെളിവ് സഹിതം കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ നിലവാരത്തിൽ എത്ര സ്ഥാനത്ത് ഇപ്പം നേടിയിട്ടുള്ളത് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. ഞങ്ങളും നിരന്തരം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ നിലവാരത്തിലേക്ക്, ഉയർന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് ആദ്യഘട്ടം തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, സംഘപരിവാറിൻ്റെ പ്രവർത്തകരെ തിരികെ കയറ്റാനുള്ള ശ്രമം, ഇവിടങ്ങളിലൊക്കെ KSU ഉൾപ്പെടെയുള്ള വലത് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്ത മൗനം അല്ലെങ്കിൽ പിന്തുണ വളരെ അപകടകരമാണ്. അതും ഞങ്ങൾ ആദ്യം മുതലേ പറയാൻ ശ്രമിച്ചതാണ്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരായിട്ട് ചെറുത്തു തോൽപ്പിക്കാൻ ഇവിടെ SFI ആണ് ഉണ്ടായിരുന്നത് എന്ന് മുഖ്യമന്ത്രി കൂടി സമ്മതിക്കുന്ന നിലയുണ്ടായി. പൊതുസമൂഹത്തിന് അത് വ്യക്തതയുള്ള കാര്യമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള വ്യക്തിക്കെതിരായിരുന്നില്ല SFIയുടെ സമരം. ഗവർണറുടെ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന നയത്തിനെതിരായിട്ടാണ് SFI സമരം ചെയ്തത്. വലിയ പ്രതിഷേധം ഏറ്റെടുത്ത്. പക്ഷേ ഒരു ഗവർണറിൽ നിന്ന് അപ്പുറത്തേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്യുന്ന ഘട്ടത്തിലാണ് ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം തെരുവിലേക്കടക്കം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി SFI തയ്യാറായിട്ടുള്ളത്. സർവകലാശാലകളുടെ ജനാധിപത്യ വേദികളെ സംഘപരിവാറിനെ ഒരു മാനദണ്ഡവുമില്ലാതെ തിരികെ കയറ്റുന്ന സമീപനം ഒരു ഘട്ടത്തിൽ ഈ ഗവർണർ ഏറ്റെടുക്കുന്നു. അപ്പം അതിനൊക്കെ അവസാന പടിയായിട്ടാണ് ഗവർണർ മാറിയിട്ട് കൂടിയും പുതിയ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നതിനുള്ള നയം വ്യതിയാനപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമടക്കം കേന്ദ്ര സർക്കാർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു.
തീർച്ചയായും ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണ കച്ചവടവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് ദേശീയ തലത്തിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല നടക്കുന്നത്, കേരളം ഒരു ബദൽ തീർക്കാൻ നല്ല രീതിക്കകത്ത് ശ്രമിക്കുന്നുണ്ട്. വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് 4 വർഷ കോഴ്സ് ആയിക്കോട്ടെ, മറ്റെല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളെ കേട്ടുകൊണ്ടുള്ള ഒരു ബദൽ തീർക്കാൻ കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തെമ്പാടും സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ SFI ഭരണഘടനയിൽ പറഞ്ഞതുപോലെ ജനാധിപത്യപരമായ ശാസ്ത്രീയ ചിന്തയിലൂന്നിയിട്ടുള്ള വളരെ പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ ക്രമീകരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇതൊരു AI കാലമാണല്ലോ. ഈ AI കാലത്ത് കാലാനുസൃതമായ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഘടനാ രീതികളിൽ വരുത്താൻ പോകുന്നത് ഈ സമ്മേളനത്തോടുകൂടി? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ നേരത്തെ? അല്ല, പുതിയ കാല മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതിനാവശ്യമായിട്ടുള്ള സജീവ ചർച്ചകളൊക്കെ സമ്മേളനത്തിനകത്ത് നടക്കും. ഇപ്പോൾ നമ്മുടെ ചില പ്രചരണങ്ങളിലൊക്കെ ഇപ്പോൾ AI സാധ്യത ഉപയോഗപ്പെടുത്തുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് നവീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ SFIയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ സമ്മേളനത്തിൽ ഏറ്റെടുക്കും.